ഹലോ ഗൈസ്, ഇന്ന് രാവിലെ എനിക്ക് ഒരു ഐഡിയ വന്നു. ഇന്ന് കപ്സ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കപ്സ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ കപ്സൊക്കെ പൊടിയില്ല. അപ്പോൾ ഞാൻ എന്താട്ടി കുറച്ച് മരുന്നുകളൊക്കെ എടുത്തുകൊണ്ട് മുളകും ഏലക്കായും അതുപോലെ തന്നെ കാറാമ്പൂ, കുരുമുളക്, പട്ട, സ്റ്റാർ തുടങ്ങിയ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൊത്തമ്പാലി ഇതൊക്കെ എടുത്ത് ഞാൻ മസാലപ്പൊടി ഉണ്ടാക്കാൻ വന്നു. ഭയങ്കര സുഖമാണ് ഇത് ഉണ്ടാക്കാൻ. അതെടുത്തുകൊണ്ട് ഒക്കെ എടുത്ത് വറുത്ത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. നല്ലതാണ്. പെരിയിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി വിശ്വസിച്ച് ഉണ്ടാക്കാനും പറ്റും. ഇതിങ്ങനെ നല്ലോണം വറുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് നേരം ചൂടാക്കി വെക്കണം, ചൂടാറാൻ വേണ്ടി വെക്കണം. എന്നിട്ട് ഇങ്ങനെ കുത്തി പൊടിച്ചാലാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇങ്ങനെ കുത്തി പൊട്ടിച്ചിട്ട് എന്താണ് പൊടിയണമില്ല. നല്ലോണം കുത്തി കഴിഞ്ഞാൽ എന്താണ് കുറച്ച് പൊടിഞ്ഞാലും മൂക്ക് നല്ല സ്മെല്ല് വന്നിട്ട് മുളകിൻ്റെ പൊടിയൊക്കെ വന്ന് തുമ്മൽ തുടങ്ങി. തുമ്മൽ നിൽക്കാതായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതെത്തുങ്ങാണ്ട് മിക്സി കുത്തി. ഉമ്മയുടെ വലിയ കാര്യം പറഞ്ഞങ്ങാണ്ട് എന്തപ്പോൾ കുത്താൻ പറ്റുമെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് വന്നതാണ്. പക്ഷേ മിക്സിക്ക് ഇടേണ്ടി വന്നു. അങ്ങനെ അത് മിക്സിയിൽ ഇട്ടുങ്ങാണ്ട് ഞാൻ എന്താട്ടി പൊടിച്ചെടുത്തുങ്ങാണ്ട് അത് കുപ്പിയിൽ നോക്കി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ചിക്കനൊക്കെ എടുത്തുകൊണ്ട് മസാലയൊക്കെ തിരുമ്പി വെച്ചു. മസാല തിരുമ്പി വെച്ച ശേഷം കപ്സ് ഉണ്ടാക്കാൻ നോക്കി. കപ്സ് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. പക്ഷെ നമ്മൾ കേട്ടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ശരിയാക്കാൻ പറ്റുമല്ലോ. എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല, എന്നാലും വെറുതെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഞാനിങ്ങനെ ചിക്കനൊക്കെ എടുത്തുകൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ അരിയൊന്നുമല്ല, സാധാരണ ചോറൊക്കെ അരി എടുത്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്. കാരണം ഞാൻ അഥവാ നല്ല അരി എടുത്തുകൊണ്ട് കേരളത്തിലെ കയറ്റിയിട്ട് ഞാൻ തന്നെ സാധാരണ അരി എടുത്തുകൊണ്ട് ഉണ്ടാക്കി വെക്കാം. ഒക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് വേണമല്ലോ നല്ല ചിക്കൻ ഉണ്ടാക്കണമെങ്കിൽ. അങ്ങനെ അതൊക്കെ സെറ്റായി. ചിക്കൻ പൊരിച്ചു, ഒക്കെ അടിപൊളിയായിരുന്നു. ഞാനിത് മാത്രമല്ല കേട്ടോ, ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പല സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലത് കോളാവലുണ്ട്, ചിലത് കോളാവില്ല. അപ്പോൾ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ട് ഉണ്ടാക്കാൻ വയ്ക്കുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ വെറും വെള്ളം പോലെ ആയിരുന്നു. ഒക്കെ ശരിയായി തുടങ്ങി. അങ്ങനെ